2012 ഓഗസ്റ്റ് മാസം 15 സൗത്തേൺ ഐസ്ലാൻഡിൽ സമയം ഉച്ചയോടടുത്തു. അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് റെസ്റ്റ് റൂമിൽ ഗ്രേസ് എന്ന ഒരു സുന്ദരിയായ യുവതി കണ്ണാടി നോക്കി തന്റെ സൗന്ദര്യം വീണ്ടും വർദ്ധിപ്പിക്കുകയായിരുന്നു. അതെ, അവളുടെ ലിപ്സ്റ്റിക്, ഐലൈനർ എല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അവളെല്ലാം ശരിയാക്കി മേക്കപ്പ് ഇട്ടു. അതേസമയം ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം അവൾക്ക് കേട്ടു. ഇപ്പൊ ഗ്രേസ്, ക്ഷമിക്കണം, ഞാൻ ഉടൻ പുറത്തു വരാം എന്ന് പറഞ്ഞ് വീണ്ടും മേക്കപ്പ് ഇടുന്നത് തുടർന്നു. യഥാർത്ഥത്തിൽ ഗ്രേസ് ഒരു സോളോ ടൂറിസ്റ്റായി ഐസ്ലാൻഡ് സന്ദർശിക്കാൻ വന്നതായിരുന്നു. കൂടാതെ ഇവൾ വന്നത് ഒരു ബസ് ട്രിപ്പാണ്. ഈ ബസ് ട്രിപ്പിൽ അവർ ഓരോ ടൂറിസ്റ്റ് സ്ഥലത്തേക്കും ഓരോ ഗ്രൂപ്പുകളായി യാത്ര ചെയ്യും. അങ്ങനെ ഉച്ചഭക്ഷണ സമയത്ത് അവർ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബസ് നിർത്തി ഉച്ചഭക്ഷണം കഴിക്കാനും ഒരല്പം ഫ്രീ ആകാനും എല്ലാവർക്കും സമയം നൽകും. അങ്ങനെ ഒരു സമയത്താണ് ഗ്രേസ് മേക്കപ്പ് ചെയ്യാനായി റെസ്റ്റ് റൂമിലേക്ക് വന്നത്. ഇന്നവർ ഐസ്ലാൻഡിലുള്ള എൽജോ എന്ന വളരെ പ്രശസ്തമായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത മലയിടുക്കുകളിൽ ഒന്നാണിത്. അതായത് അഗ്നിപർവ്വത സ്ഫോടനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ താഴ്വരയായിരുന്നു അത്. സാധാരണയായി ഉച്ചഭക്ഷണത്തിന് ബസ് നിർത്തുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുക മാത്രമല്ല, അവൾ അടുത്തുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇന്ന് ഗ്രേസ് അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും സന്ദർശിച്ചില്ല. പകരം റിഫ്രഷ് ആകാം എന്ന് കരുതി റെസ്റ്റ് റൂമിലേക്ക് വന്ന് മേക്കപ്പ് ഇടുകയായിരുന്നു. അങ്ങനെ അവളുടെ ലിപ്സ്റ്റിക്, ഐലൈനർ എല്ലാം ശരിയാക്കിയതിനു ശേഷം അവൾ ഒരു സ്റ്റൈലിഷ് പോണിറ്റെയിൽ ഇട്ടു. എന്നിട്ട് അവൾ ധരിച്ചിരുന്ന ടീഷർട്ട് ഊരിമാറ്റി ബാഗിൽ സൂക്ഷിച്ചു. ആ ബാഗിൽ നിന്നും പുതിയൊരു ടീഷർട്ട് എടുത്ത് ധരിച്ചു. എന്നിട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവിടെയുള്ള ഒരു വലിയ പാർക്കിംഗ് ലോട്ടിലേക്ക് വരുന്നു. അവിടെയാണ് ആ ടൂർ ബസ് നിൽക്കുന്നത്. ഡ്രൈവറും ബസ് എടുക്കാൻ തയ്യാറായി. അവളെപ്പോലെ മറ്റംഗങ്ങളും ഉച്ചഭക്ഷണം കഴിച്ച് എല്ലാവരും ബസ്സിൽ കയറാനായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗ്രേസും ചുറ്റും നോക്കി ബസ്സിനെ നോക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ ബസ്സിൽ കയറി തന്റെ സീറ്റിലിരുന്നപ്പോഴാണ് ഒരു ദീർഘശ്വാസം എടുത്തത്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ബസ് ഡ്രൈവർ എഴുന്നേറ്റ് നിന്ന് ശരി, നമ്മളിപ്പോൾ പോകാൻ പോകുന്നുവെന്ന് അനൗൺസ് ചെയ്തു. എന്നാൽ ആ ബസ് എടുക്കുന്നതിന് മുൻപ് സാധാരണയായി ഇങ്ങനെ ബസ് നിർത്തി വീണ്ടും എടുക്കുമ്പോൾ എല്ലാവരും വന്നോ എന്ന് ഉറപ്പുവരുത്താനായി ഹെഡ് കൗണ്ട് ചെയ്യും. കാരണം ആരും മിസ്സാകാൻ പാടില്ലല്ലോ, അതിനുവേണ്ടി. അതുപോലെ ബസ് ഡ്രൈവർ ബസ്സിലുള്ള എല്ലാവരെയും എണ്ണാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെ ബസ്സിൽ കയറി ഹെഡ് കൗണ്ട് ചെയ്യുമ്പോൾ ഗ്രേസ് അത് ഗൗരവമായി എടുക്കില്ല. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ബസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കാത്തിരിക്കും. എന്നാൽ ഇത്തവണ ഗ്രേസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് അവൾ ആ ബസ്സിനകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഡ്രൈവർ ഹെഡ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി ഏറെ സമയമായിട്ടും ബസ് അപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗ്രേസ് വീണ്ടും ആ ഡ്രൈവറെ ഒന്ന് നോക്കി. അപ്പോൾ ഡ്രൈവർ വളരെ അസ്വസ്ഥനായ മുഖത്തോടു കൂടി എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. താൻ ശരിയായിട്ടാണോ എണ്ണുന്നതെന്ന ചിന്തയിൽ വീണ്ടും വീണ്ടും എണ്ണുകയായിരുന്നു. അവസാനം ഡ്രൈവർ ബസ്സിലുള്ള എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല എന്നൊരു അനൗൺസ്മെന്റ് കൊടുത്തു. അതെ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് അംഗങ്ങളിൽ ഒരാളെ കാണാനില്ല. ഇപ്പോൾ അവർ ചെയ്തത്, ഒരു പക്ഷേ അവർ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം. അവർ തിരികെ വരും എന്ന് കരുതി ബസ് എടുക്കാതെ അവിടെ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ ആരും വരാത്തതിനാൽ ഡ്രൈവർ പോലീസിനെ വിളിച്ചു. ഈ എൽജെ എന്ന താഴ്വര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അഗ്നിപർവ്വത സ്ഫോടനം കാരണം. അതായത് ഇതൊരു അഗ്നിപർവ്വത താഴ്വരയാണ്. രണ്ടു വശവും നേരിയ അരിവുകളുള്ള വളരെ ആഴത്തിലുള്ള ഒരു താഴ്വരയാണ്. കാണാൻ വളരെ മനോഹരമായി തോന്നിയാലും അത്രയേറെ അപകടവുമുണ്ട്. ഒരു പക്ഷെ നമ്മൾ തെറ്റായി അതിലേക്കൊന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തുക എന്നുള്ളത് സാധാരണ ആളുകൾക്ക് ഇംപോസിബിളായ ഒരു കാര്യമാണ്. കാരണം കാണാൻ എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാകും, സമാനമായി ഉണ്ടാകും. ഇപ്പോഴല്ലേ ഞാൻ ഇവിടെ എത്തിയത് എന്ന് കരുതി വീണ്ടും ആഴത്തിലേക്ക് വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അത്രത്തോളം അപകടകരമായ ഒരു സ്ഥലം. അത്തരം ഒരു താഴ്വരയിൽ ഒരാളെ കാണാതായി എന്ന് ബസ് ഡ്രൈവർ പറഞ്ഞപ്പോൾ പോലീസിന് അതിന്റെ ഗൗരവം മനസ്സിലായി. അതിനാൽ അവർ ഉടൻ തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെ അയച്ചു. അങ്ങനെ പോലീസ് അവിടെ വന്ന ഉടനെ അവർ ചെയ്ത ആദ്യത്തെ കാര്യം ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരോട് കാണാതായ വ്യക്തിയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. കാരണം ഇതുവരെയും ആർക്കും ആരാണ് കാണാതായത് എന്ന് പോലും അറിയില്ലായിരുന്നു. അതുപോലും ആരും കണ്ടെത്തിയില്ല. പക്ഷെ ചില അംഗങ്ങൾ അതൊരു ഏഷ്യൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഡാർക്ക് ഷർട്ടും ഒരു ഇളം നിറത്തിലുള്ള ബാഗും ധരിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടി ഇതുവരെയും തിരികെ വന്നില്ല എന്നും അവർ പറഞ്ഞു. പക്ഷെ ഗ്രേസിന് അത് ആരാണെന്ന് അറിയില്ല. അതിനാൽ പോലീസ് അവളോട് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കത് ആരാണെന്ന് കൃത്യമായി അറിയില്ല എന്നും അവൾ പറഞ്ഞു. ഇപ്പൊ ഗ്രേസ് മാത്രമല്ല, ആ ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും കാണാതായ പെൺകുട്ടിയെ പോലീസുകാർക്കൊപ്പം തന്നെ തിരയാൻ തുടങ്ങി.
ഇപ്പോൾ പരിശീലനം ലഭിച്ച രക്ഷാസംഘത്തോടൊപ്പം ഗ്രേസും ഗൗരവമായി തിരയാൻ തുടങ്ങി. സാധാരണയായി ഒരു തിരച്ചിൽ നടക്കുമ്പോൾ അവർ ഗ്രിഡ് പാറ്റേണിൽ തിരയും. അതായത് ആ ഗ്രിഡ് പാറ്റേണിൽ പ്രദേശത്തെ എല്ലാം വേർതിരിക്കും. ഓരോ സ്ക്വയറും നന്നായി തിരയും. എന്നാൽ അങ്ങനെ 2-3 മണിക്കൂർ തിരഞ്ഞതിന് ശേഷവും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ രക്ഷാസംഘത്തെയും ഹെലികോപ്റ്ററിനെയും അയച്ചു. പതിയെ ആ സ്ഥലത്ത് ഇരുട്ട് മൂടാൻ തുടങ്ങി. എങ്കിലും ആ പ്രദേശം മുഴുവനും ലൈറ്റിട്ട് ഒരു പകൽ പോലെയാക്കി ഇടവേളയില്ലാതെ അവർ തിരഞ്ഞു. ഹെലികോപ്റ്ററും തുടർച്ചയായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ ഏകദേശം അതിരാവിലെ 3 മണിയായി. ഗ്രേസ് ഒരല്പം വിശ്രമിക്കാനായി കുറച്ചു സമയം ഒന്ന് കിടന്നുറങ്ങാം എന്ന് കരുതി ബസ്സിലേക്ക് വരുന്നു. അങ്ങനെ അവൾ സീറ്റിലിരുന്നു കൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് അവളുടെ ബാഗിലുണ്ടായിരുന്ന ചില മേക്കപ്പ് വൈപ്സ് എടുക്കാനായി ആ ബാഗ് ഒന്ന് തുറന്നു. അങ്ങനെ അവൾ ആ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോഴായിരുന്നു ആ ബാഗിലുണ്ടായിരുന്ന ഒരു കാര്യം അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾ അത് കണ്ട ഉടനെ തന്നെ അങ്ങനെ ഫ്രീസായി പോയി. ആ ബാഗിനുള്ളിലുണ്ടായിരുന്ന ആ വസ്തു തൻ്റെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതിനെ തന്നെ അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ തണുത്തുറഞ്ഞ തണുപ്പിൽ പോലും അവൾ വിയർക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ആ കാണാതായ പെൺകുട്ടി എവിടെയാണെന്ന് അവൾക്ക് കൃത്യമായി അറിയാം. സത്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ആ ബസ്സിലുണ്ടായിരുന്ന അംഗങ്ങളും ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ആയാലും ശരി, എല്ലാവരും ചെറിയ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചെറിയ തെറ്റുകൾ എല്ലാം ചേർന്ന് ഒരു വലിയ തെറ്റായി തന്നെ മാറി. ആദ്യം ആ ബസ് ഡ്രൈവർ ചെയ്ത ആ തെറ്റ്, അന്നത്തെ ദിവസം രാവിലെ, അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്നതിന് മുൻപ് ബസ്സിൽ ടൂറിസ്റ്റ് അംഗങ്ങൾ കയറുമ്പോൾ തന്നെ അദ്ദേഹം ഹെഡ് കൗണ്ട് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഹെഡ് കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചിരുന്നു. യഥാർത്ഥ കൗണ്ടിനേക്കാളും ഒരെണ്ണം അധികമായി തന്നെ എണ്ണി. അതായത് ഉദാഹരണത്തിന് ബസ്സിൽ 30 പേർ ഉണ്ടെന്നുണ്ടെങ്കിൽ 31 എന്ന് അദ്ദേഹം എണ്ണി. അങ്ങനെ അന്നത്തെ ദിവസം ഉച്ചഭക്ഷണത്തിനായി വണ്ടി നിർത്തി വീണ്ടും ആളുകൾ ബസ്സിൽ കയറുന്നതിന് മുൻപ് എണ്ണിയപ്പോൾ ആ 30 പേരും ബസ്സിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം രാവിലെ 31 എന്ന് എണ്ണിയതിനാൽ ഒരാൾ മിസ്സായി എന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഒരു ഏഷ്യൻ പെൺകുട്ടി ഡാർക്ക് ക്ലോത്ത് ധരിച്ച് കയ്യിലൊരു ബാഗും കൊണ്ടൊക്കെ പോയല്ലോ, ആ പെൺകുട്ടി തിരികെ വന്നില്ല എന്നും ചിലർ പറഞ്ഞല്ലോ. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതിൽ പകുതി ശരിയായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏഷ്യൻ പെൺകുട്ടി ഇരുണ്ട ഷർട്ട് ധരിച്ച് ഒരു ലൈറ്റ് കളർ ബാഗും കയ്യിലെടുത്തുകൊണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങി. എന്നാൽ അങ്ങനെ ഇറങ്ങിയ ആ പെൺകുട്ടി തിരിച്ച് ആ ബസ്സിൽ കയറുകയും ചെയ്തു. കാരണം അവൾ തിരികെ ബസ്സിൽ കയറുമ്പോൾ വ്യത്യസ്തയായിരുന്നു. കാരണം അവർ ആ പറഞ്ഞ ഏഷ്യൻ പെൺകുട്ടി കയ്യിൽ ബാഗുമായി ബസ്സിൽ നിന്നും ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റ് റൂമിലേക്കാണ് പോയത്. അവിടെ റെസ്റ്റ് റൂമിനുള്ളിൽ മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് പോണിറ്റെയിൽ ധരിച്ച് അവളുടെ ഇരുണ്ട നിറമുള്ള ടീഷർട്ട് അഴിച്ചു മാറ്റി. യഥാർത്ഥത്തിൽ ഗ്രേസ് തൻ്റെ ബസ്സിൽ കയറി ഇരുന്നിട്ട് അവളുടെ ബാഗ് തുറന്ന് ഒരു വസ്തു കണ്ട് ഞെട്ടിമരവിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ നിമിഷം കാണാതായ പെൺകുട്ടി എവിടെയാണെന്നുള്ളത് അവൾക്ക് കൃത്യമായി അറിയാമെന്നും ഞാൻ പറഞ്ഞല്ലോ. ആ വസ്തു മറ്റൊന്നുമല്ല, അവളുടെ ലൈറ്റ് കളർ ബാഗിലുണ്ടായിരുന്ന ആ ഡാർക്ക് കളർ സ്വെറ്റ് ഷർട്ടായിരുന്നു. ആ നിമിഷമായിരുന്നു ഗ്രേസിന് മനസ്സിലായത്. കഴിഞ്ഞ 15 മണിക്കൂറായി ഗ്രേസും പോലീസും കൂടെ ഉണ്ടായിരുന്നവരും തിരയുന്ന ആ കാണാതായ പെൺകുട്ടി മറ്റാരുമല്ല, അത് ഗ്രേസ് തന്നെയാണ്. ഈ ഒരു സംഭവം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായി ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു. ഗ്രേസ് ഒരുപക്ഷെ ആ കാണാതായ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, ഒരു പക്ഷേ ആ പെൺകുട്ടി അഗ്നിപർവ്വതത്തിലേക്ക് വീണിട്ടുണ്ടാകാം എന്നൊക്കെ പോലും ചിന്തിച്ചു. അവസാനം ചിന്തിച്ചത് ഒരു പക്ഷേ ഗ്രേസ് ആ പെൺകുട്ടിയെ വാഷ്റൂമിനുള്ളിലിട്ട് അറിയാതെ ലോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിക്കുമെന്നുള്ളത് ഒട്ടും പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ സംഭവത്തിലും എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാത്തതുപോലെ തോന്നുന്നത്, സാധാരണ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് യാത്രകൾ പോകുമ്പോൾ ആളുകൾ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ പക്കൽ തന്നെ ഒരു നെയിം ലിസ്റ്റ് ഉണ്ടാകും. ആരൊക്കെയാണ് ആ ബസ്സിൽ യാത്ര ചെയ്യാനുള്ളത്, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ചെറിയ നോട്ട് ഉണ്ടാകും. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ആ ഡ്രൈവർക്ക് അത് ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഒരു പെൺകുട്ടി കാണാതായി എന്ന ഒരു സംശയം തോന്നുമ്പോൾ തന്നെ തൻ്റെ പക്കലുള്ള ആ ലിസ്റ്റ് എടുത്ത് എല്ലാവരും ഉണ്ടോ എന്നുള്ളത് പേരുകൾ വിളിച്ച് കൺഫേം ചെയ്താൽ മതിയായിരുന്നു. സാധാരണ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടാകാറുണ്ട്. അങ്ങനെ പേരുകൾ വായിച്ച് എല്ലാവരും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിരുന്നെങ്കിൽ ഈ 31 പേരുണ്ട് എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ എത്തില്ലായിരുന്നു. എന്തായാലും ഇത് വലിയൊരു ട്വിസ്റ്റ് തന്നെ ആയിപ്പോയി. എന്നെപ്പോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയാണോ സംഭവിച്ചത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. എന്നാൽ കമൻറ്റിൽ ആ ട്വിസ്റ്റ് മാത്രം റിവീൽ ചെയ്യാതിരിക്കുക.
ഒരു പക്ഷേ ഭാവിയിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതേ സെയിം ത്രില്ലർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ ലഭിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചേ ഇല്ല എന്ന രീതിയിൽ ട്വിസ്റ്റ് റിവീൽ ചെയ്യാതെ കമൻ്റൊക്കെ ചെയ്യാം. ഈ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് അറിയാനായി വിക്യൂക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.